ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കടം വാങ്ങിക്കാതെ ഒരു നല്ല ജീവിതം നയിക്കണം. ഇന്ന് നമ്മൾ അങ്ങനെ വെളിപ്പെടുന്ന ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കും, അപ്പോൾ വായ്പ വാങ്ങിക്കുന്ന നിന്റെ സിസ്റ്റം മാറും, നീ വായ്പ കൊടുക്കുന്നവനായി മാറും. മനുഷ്യ മനസ്സുകളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒന്നാണ് കടബാധ്യത. ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്റെ കടബാധ്യത മാറുമോ? എന്നെങ്കിലും എനിക്ക് കടമില്ലാത്തൊരു ജീവിതം. കുറച്ച് ദിവസം മുമ്പ് ഒരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് ചോദിച്ചു, കടമില്ലാതെ ഒരു വർഷം ഒന്ന് ജീവിച്ചിട്ട് എനിക്ക് മരിച്ചാൽ മതി. ജനിച്ചപ്പം മുതലേ കടമാ കേൾക്കുന്നു, വിദ്യാഭ്യാസ കാലത്ത് കടമാ കേൾക്കുന്നത്, എഞ്ചിനീയറിംഗ് പാസ്സായപ്പോഴും കടമാ കേൾക്കുന്നത്, വിവാഹത്തിന് അന്നും കടമാ കേൾക്കുന്നത്, കുഞ്ഞുങ്ങൾ മൂതി ജനിച്ചപ്പോഴും കടമാ കേൾക്കുന്നത്, മൂത്ത കുഞ്ഞിനെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴും കടമാ ഞാൻ അനുഭവിക്കുന്നു. കടമേ കടം 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 എന്നതിന് പരിഹാരമുണ്ടാകും. ഞാൻ പറഞ്ഞ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ മതി, പരിഹാരം അവിടെയുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒഴിയാത്ത ബാധ പോലെ നിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന കടമെന്ന സ്തോത്രം പൈശാചിക ശക്തിയെ നിന്റെ കുടുംബത്തിൽ നിന്ന് ദൂരെ അകറ്റിയിട്ട് ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് നീ വായ്പ വാങ്ങുന്നവനാകാതെ നീ വായ്പ കൊടുക്കുന്നവനാക്കി നിന്നെ തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിന്നെ സഹായിക്കുന്നത് മനുഷ്യരല്ല, നിനക്ക് തുറക്കാൻ പോകുന്ന വാതിലുകൾ മാനുഷികമല്ല. നിരാശപ്പെടേണ്ട സ്നേഹിത, സങ്കടപ്പെടേണ്ട. നിന്റെ അവസ്ഥ ഉടനെ മാറാൻ പോകും. അവസ്ഥ മാറണമെങ്കിൽ ഒറ്റ കാര്യം നടന്നാൽ മതി. യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. മലാഖിയുടെ പ്രവചനം പറയുക, ഞാൻ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നിൽ അനുഗ്രഹം പകരുകയില്ലയോ? നിന്റെ ഗതികേടുകൾ പൊട്ടി, നിന്റെ ശാപങ്ങൾ പൊട്ടി, നിന്റെ കുടുംബത്തിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകണം. നിന്റെ കുടുംബത്തെ സുഗമമായി പുലർത്തുവാൻ, ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ, ദൈവരാജ്യം നിന്നിലൂടെ ഉയർത്തപ്പെടുവാൻ, നിന്റെ എല്ലാ കാര്യവും സുഭിക്ഷമായും നടക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിനക്ക് കിളിവാതിലുകളെ തുറന്ന അനുഗ്രഹങ്ങൾ തരും. നമുക്കൊന്നിച്ചു വിശ്വസിക്കാം. വായ്പ വാങ്ങുന്ന കാലങ്ങളല്ല, വായ്പ കൊടുക്കുന്ന കാലങ്ങൾ വെളിപ്പെടാൻ പോവാം. കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കടബാധ്യത ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരോട് കർത്താവ് മനസ്സറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് കർത്താവ് അവരെ അനുഗ്രഹിക്കണം. കർത്താവ് അവരുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കട്ടെ, സ്പിരിച്വൽ മേഖലയിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വചനം പറയുന്നു, നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കും. ഗോഡ് ബ്ലെസ് യു.